ഞാൻ 18ാമത്തെ വയസ്സിലാണ് ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. NSS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ 18ാമത്തെ വയസ്സിൽ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിൽ കയറി. അവിടെ 18 വർഷത്തോളം സർവീസ് കഴിഞ്ഞ് 36 വയസ്സ് 37 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ റിട്ടയർമെൻറ്റായി നാട്ടിൽ വന്നു. എൻ്റെ വൈഫിനെ ഞാൻ എയ്സ് എന്ന സ്ഥാപനത്തിൽ ചേർത്താനിടയായി. അവൾ TTC കഴിഞ്ഞ ആളാണ്. അപ്പോൾ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വന്തം ഇരുന്ന് പഠിച്ചാൽ നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എയ്സിനെ കുറിച്ച് അറിഞ്ഞു. അവരുടെ കൂട്ടുകാർ മുഖേന അറിഞ്ഞതാണ്. അങ്ങനെ ഇവിടെ വന്ന് അവളെയാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അവൾ പറഞ്ഞിട്ടാണ് എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്യുകയും എന്നോട് പറയുകയും ചെയ്തതാണ്, എയ്സിൽ നല്ല സ്ഥാപനമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ചേരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എന്താണ് PSC എന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാകുന്നത്. PSC എങ്ങനെ ക്രാക്ക് ചെയ്യണം. 10 മണി മുതൽ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നവരെ നമ്മൾ ഫ്രീ ആണ്. വേണമെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ പഠിക്കാം. അങ്ങനെ ഒരു 6-7 മാസത്തോളം ശരിക്കും വളരെ ബുദ്ധിമുട്ടിയിട്ട് ത്രൂ ഔട്ട് രാത്രി 10 മണി മുതൽ രാവിലെ നേരം വെളുക്കുന്നവരെ ഇരുന്നിട്ടുണ്ട് പല ദിവസങ്ങളിലും. കാരണം അതല്ലാതെ നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. അധികം എനിക്ക് തോന്നുന്നു പഠിച്ച ഒരു 70 മാർക്കിനൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു 10-40 മാർക്കിനുള്ള മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എവിടെ എത്താതായി പോകും. അതിനൊക്കെയുള്ള ഒരു നമുക്ക് ഗൈഡൻസും അതിൻ്റെ പ്രാക്ടീസും കിട്ടിയത് ഇവിടെയുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ്. ആക്ച്വലി ഈ OMR ഷീറ്റ്, PSCയുടെ OMR ഷീറ്റ് ഞാൻ എങ്ങനെ നടക്കണം എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. റാങ്ക് ഫയലുകളൊക്കെ ഞാനും വാങ്ങിയിരുന്നു. പക്ഷേ ബുക്ക് വാങ്ങുന്നതിലല്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിലാണ് കാര്യം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഇവിടെ നിന്നാണ് മനസ്സിലായത്. സ്വപ്നങ്ങൾ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണും, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവാറില്ല. അപ്പോൾ അതും രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ സക്സസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. ഹായ്, എൻ്റെ പേര് പ്രവീൺ ദേവ്. ഞാൻ മഞ്ചേരി സ്വദേശിയാണ്. 18 വർഷത്തെ ആർമി ജീവിതത്തിന് ശേഷം റിട്ടയറായി ഇപ്പോൾ നാട്ടിൽ വന്ന് കഴിഞ്ഞ മാർച്ചിൽ യൂണിവേഴ്സിറ്റിയിൽ ലസ്കാർ പോസ്റ്റിലേക്ക് നിയമനം ലഭിച്ച് അവിടെ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിലവിൽ 10ഓളം ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അഡ്വൈസ് വന്നത് ഇതായിരുന്നു, അതിൽ ജോയിൻ ചെയ്തു. ഇപ്പം രണ്ടാമത്തെ ഒരു അഡ്വൈസ് വന്നിട്ടുണ്ട്. സൈനികക്ഷേമ വകുപ്പിൽ LD ക്ലർക്കായിട്ടുള്ളതിൻ്റെ അഡ്വൈസ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ യൂണിഫോം പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചതെല്ലാം ക്വാളിഫൈ ചെയ്തിരുന്നു. യൂണിഫോം പോസ്റ്റിനോട് താല്പര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രം അത് ഒഴിവാക്കി വിട്ടതാണ്. കൂടാതെ SSC, CGL, പിന്നെ SBIയുടെ ക്ലർക്ക് എക്സാം, ഇതൊക്കെ സുഖമായിട്ട് പ്രിലിംസും മെയിൻസ് വരെ എത്താൻ സാധിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു ഗൈഡൻസും പിന്നെ അത് കാരണം തന്നെയാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഈ കഴിഞ്ഞ എക്സാമുകളെല്ലാം. ഞാൻ 18ാമത്തെ വയസ്സിലാണ് ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ NSS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ 18ാമത്തെ വയസ്സിൽ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിൽ കയറി. അവിടെ 18 വർഷത്തോളം സർവീസ് കഴിഞ്ഞ് 36 വയസ്സ് 37 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ റിട്ടയർമെൻറ്റായി നാട്ടിൽ വന്നു. ഞാൻ വന്നത് ഏപ്രിൽ 2020-നാണ്. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഒരു കൊറോണ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമായിരുന്നത്. ആ സമയത്ത് ഇവിടെ വന്നു. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. വന്നതിന് ശേഷമാണ് ഇനി മുന്നിലേക്ക് എന്ത് എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. എന്നാൽ എന്ന് നമ്മൾ സ്വപ്നം കണ്ടിരുന്നത് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. എവിടെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒന്നും അറിയില്ലായിരുന്നു. കയ്യിൽ കിട്ടിയത് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് വായിച്ച് പോയി പരീക്ഷ എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വന്നത് മെല്ലെയാണ്. ആദ്യം എൻ്റെ വൈഫിനെ ഞാൻ എയ്സ് എന്ന സ്ഥാപനത്തിൽ ചേർത്താനിടയായി. അവൾ TTC കഴിഞ്ഞ ആളാണ്. അപ്പോൾ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വന്തം ഇരുന്ന് പഠിച്ചാൽ നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എയ്സിനെ കുറിച്ച് അറിഞ്ഞു. അവരുടെ കൂട്ടുകാർ മുഖേന അറിഞ്ഞതാണ്. അങ്ങനെ ഇവിടെ വന്ന് അവളെയാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അവൾ പറഞ്ഞിട്ടാണ് എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്യുകയും എന്നോട് പറയുകയും ചെയ്തതാണ്, എയ്സിൽ നല്ല സ്ഥാപനമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ചേരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എന്താണ് PSC എന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. PSC എങ്ങനെ ക്രാക്ക് ചെയ്യണം. അതിൽ നമ്മൾ ഒരു ബുക്ക് എടുത്ത് പഠിച്ചതുകൊണ്ട് മാത്രം PSC കിട്ടില്ല എന്നുള്ളത് ബോധ്യമായത് ഇവിടെ വന്നിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ നിന്നാണ് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠനം തുടങ്ങിയത്. ഇവിടെ ഏകദേശം 1 വർഷത്തെ ഒരു LDC ബാച്ചാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. തുടർന്ന് കൃത്യമായി ക്ലാസ്സുകൾ ഞങ്ങൾ മിസ് ചെയ്യാതെ, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഞങ്ങൾ ക്ലാസ്സിന് വരുമായിരുന്നു. പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സ് പറയുന്ന അവരുടെ അഡ്വൈസും എല്ലാ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വിധം നമ്മൾ പാലിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം ആണെന്നുണ്ടെങ്കിലും റാങ്ക് ഫയലുകളൊക്കെ ഞാനും വാങ്ങിയിരുന്നു. കാരണം നമ്മളെ സ്വന്തം പൈസയ്ക്ക് നമ്മൾ വാങ്ങി പഠിക്കുമ്പം
നമുക്കതിനൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് വാങ്ങാൻ തോന്നുന്ന ബുക്കുകളെല്ലാം വാങ്ങി. പക്ഷേ ബുക്ക് വാങ്ങുന്നതിലല്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിലാണ് കാര്യം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഇവിടെ നിന്നാണ് മനസ്സിലായത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന വളരെ പ്രിസൈസ്ഡ് ആയിട്ട് എയ്സ് തയ്യാറാക്കിയുള്ള ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുള്ള ബുക്ക്സ് അതാണ്. ബാക്കിയെല്ലാം അവിടെ തൊട്ട് വായന അത്രേ ഉണ്ടായുള്ളൂ. പക്ഷേ ആ ബുക്കുകൾ വളരെ എഫക്റ്റീവാണ്. അതാണ് ശരിക്കും നമ്മളെ ഒരു പ്രചോദനമായത്. ഇവിടെ വന്നിട്ട് ഗ്രാജുവലി നമ്മുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു പരീക്ഷകൾ പോലും വിടില്ലായിരുന്നു. നമ്മുടെ ഉദ്ദേശം PSC എന്നാണ്, സ്വപ്നം PSC ആണ്. എന്നാലും അതിനിടയ്ക്ക് വന്ന SSC, IBPS പോലുള്ള എല്ലാ പരീക്ഷകളും ഞാൻ പോയി എഴുതായിരുന്നു. എൻ്റെ ആ സമയത്തുള്ള നിലവാരം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. ആ ജോലികളൊന്നും ഞാൻ പോകാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ എന്നാലും ഞാൻ പഠിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എല്ലാ എക്സാമുകളും പോയി എഴുതിയിരുന്നത്. അപ്പോൾ ഗ്രാജുവലി എൻ്റെ മാറ്റം എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. നമുക്കും ക്രാക്ക് ചെയ്യാം, പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് വേണം. നമുക്ക് പൊതുവേ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണും, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവാറില്ല. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ സക്സസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദ്യാർത്ഥി മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ അച്ഛനാണ്, ഒരു ഭർത്താവാണ്, പ്രായമായ അച്ഛനമ്മ വീട്ടിലുണ്ട്, അവരൊരു മകനാണ്. കംപ്ലീറ്റ് ഒരു വീടിൻ്റെ എല്ലാവിധ ചുമതലകളും തോളിൽ കൊണ്ട് നടന്നിരുന്ന ആളാണ്. നമ്മുടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് തീർത്തും കഴിയാത്ത കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എപ്പോൾ പഠിക്കണം എന്നുള്ളത് ഒരൊറ്റ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫ്രീ ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന സമയം. 10 മണി മുതൽ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നവരെ നമ്മൾ ഫ്രീ ആണ്. വേണമെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ പഠിക്കാം. അങ്ങനെ ഒരു 6-7 മാസത്തോളം ശരിക്കും വളരെ ബുദ്ധിമുട്ടിയിട്ട് ത്രൂ ഔട്ട് രാത്രി 10 മണി മുതൽ രാവിലെ നേരം വെളുക്കുന്നവരെ ഇരുന്നിട്ടുണ്ട് പല ദിവസങ്ങളിലും. കാരണം അതല്ലാതെ നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ജോലി എന്നുള്ളത് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാവുകയും ചെയ്തത്. ഓൾറെഡി ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഒരു ജോലി ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾക്ക് മാത്രമല്ല, അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബത്തിനെല്ലാം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പിന്നെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം ഒരു ഡിഗ്നിറ്റിയുടെ ഒരു റോളും കൂടെ ജോലിക്കുണ്ട്. നമ്മളൊരു ജോലി ഇല്ലാതെ ഇരിക്കുമ്പം റിട്ടയറായി വന്നാണ്, നല്ല ഒരു ചെറിയ ഏജിൽ റിട്ടയറായി വന്നു, ഇനി ഒരുപാട് വർഷം പെൻഷൻ വാങ്ങിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതല്ല, നമുക്ക് ലൈഫിൽ എപ്പോഴും നമ്മളൊരു പ്രോഗ്രസ് വരാൻ നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ പറയാറില്ലേ, സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നിലേക്ക് ഉണ്ടാവില്ല, പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അതിന് നമുക്ക് എയ്സ് എന്ന സ്ഥാപനമാണ് നമ്മൾ കണ്ട സ്വപ്നം നമ്മളെ കയ്യിൽ കൊണ്ട് എത്തിച്ചെന്ന ഈ സ്ഥാപനമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഓരോ അഡ്വൈസുകൾ വരുമ്പോഴും ഞാൻ എയ്സിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. ഇതിന് മുന്നേ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സമയം കിട്ടില്ല, ഈ പ്രാരാബ്ദങ്ങളും ചുറ്റുപാടുകളും കാരണം. ഇപ്പം പ്രസൻ്റ്ലി ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ ലസ്കർ പോസ്റ്റിൽ വർക്ക് ചെയ്യണു. ഇപ്പം 2ാമത്തേത് ജോയിനിങ് ലെറ്റർ അടുത്ത് വരുന്നു കരുതുന്നുണ്ട്. അത് കഴിയുമ്പം ഈ ഒരു 3-4 ലിസ്റ്റുകൾ ഉണ്ട് ഓൾറെഡി, അതും വരും. അപ്പോൾ നോക്കാം. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ പറയായിരുന്നു, നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച് കുറേ ജോലി കിട്ടിയിട്ട് നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിന് പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. ഇപ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമാണുള്ളത്. അഡ്വൈസുകൾ വരുന്നുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനുള്ള ജോലി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതൊക്കെ 2 വശങ്ങളുണ്ട്. ഒന്ന്, നല്ലൊരു സ്ഥാപനം നമുക്ക് നല്ലൊരു ഗൈഡൻസ് തന്നത്. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നണം നമുക്കൊരു ജോലി വേണം എന്നുള്ളത്. ഒരു നേരം പോക്കിന് നമ്മൾ വന്ന് പഠിച്ച്, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടായാലും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും ജോലി കൊണ്ടുവന്ന് ആരും കയ്യിൽ തരില്ല. അത് നമുക്ക് തോന്നണം നമ്മൾ പഠിക്കാൻ വന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അല്ല, നമ്മുടെ ഒരു ജീവിത മാർഗ്ഗമാണെന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ PSC. പക്ഷേ PSC പറയുന്ന പോലെ തന്നെ ഒരു ബുക്ക് വാങ്ങി കയ്യിൽ വെച്ച് സ്വന്തം പഠിച്ച് എഴുതാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എനിക്കങ്ങനെ മനസ്സിലായിട്ടുള്ളത്. കാരണം അതിന് ചില പാറ്റേൺസ് ഉണ്ട്, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം മൈനസ് മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളെ ബുദ്ധിമുട്ടി കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കുന്ന സാധനങ്ങളാണ് മൈനസ് മാർക്ക്. അപ്പോൾ കുട്ടികൾ അധികം എനിക്ക് തോന്നുന്ന പഠിച്ച ഒരു 70 മാർക്കിനൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു 10-40 മാർക്കിനുള്ള മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എവിടെ എത്താതായി പോകും. അതിനൊക്കെയുള്ള ഒരു നമുക്ക് ഗൈഡൻസും അതിൻ്റെ പ്രാക്ടീസും കിട്ടിയത് ഇവിടെയുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ്. ആക്ച്വലി ഈ OMR ഷീറ്റ്, PSCയുടെ OMR ഷീറ്റ് ഞാൻ എങ്ങനെ നിറയ്ക്കണം എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റിയത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും
ഞങ്ങൾ രണ്ടുപേർക്കും വളരെ അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇനിയും മുന്നിലേക്ക് നമ്മുടെ ഭാവിയിലുണ്ടാകുന്ന എന്ത് നല്ല കാര്യങ്ങൾക്കും നമ്മൾ യേശുവായിട്ട് എന്നും കടപ്പെട്ടിരിക്കും. എന്തായാലും ഇവിടെയുള്ള ഈ എയ്സ് എന്ന സ്ഥാപനത്തിനോടും ഇവിടെ ഉള്ള ടീച്ചേഴ്സ്, പിന്നെ ഓഫീസ് സ്റ്റാഫ്, നമ്മുടെ എല്ലാ സ്റ്റാഫുകളും, സ്റ്റുഡിയോ, നമ്മുടെ ലൈബ്രറി, പിന്നെ മാനേജറായിട്ടുള്ള ഒരു സാറുണ്ട്, അവർ, പിന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ സാറ്, എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി നമുക്ക് എന്നും ഉണ്ടാവും, കടപ്പാടും എന്നും ഉണ്ടാവും. ഇനി എനിക്ക് പറയാനുള്ളത് ഇനിയുള്ളൊരു തലമുറയിൽപ്പെട്ട കുട്ടികളോടാണ്. നമ്മൾ പഠിക്കുക എന്നുള്ളത് വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുക. നമുക്ക് സമയം, നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു കാര്യം നേടണമെങ്കിൽ അതിനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. എല്ലാവർക്കും 24 മണിക്കൂറാണ്. അതിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ കഴിയുന്ന ചില സമയങ്ങൾ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം പിന്നെ സ്പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ PSC എന്നല്ല, ഏത് എക്സാമും നമുക്ക് ക്ലിയർ ചെയ്യാം. ഞാൻ 40ാമത്തെ വയസ്സിലാണ് ഈ പറഞ്ഞ ലിസ്റ്റുകളിലെല്ലാം ഇടം നേടുകയും ഇപ്പോൾ അഡ്വൈസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് എനിക്ക് അഡ്വൈസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടി, ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടിയോ +2 കഴിഞ്ഞൊരു കുട്ടിക്കോ സംബന്ധിച്ച് സുഖമായിട്ട് പഠിക്കാം. അവരെ ചുമലുകളിൽ വേറെ ബാധ്യതകളൊന്നുമില്ല. അപ്പോൾ അത് ശരിക്കും അവരെ സമയം ശരിക്കും യൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയിൽ കയറാം. ചെറിയ പ്രായത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടും. ഒരു 60 വയസ്സ് വരെ നല്ല നല്ല പോസ്റ്റുകളിൽ എത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ 40ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക് ശേഷം ഒരു സംസ്ഥാന സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ച എനിക്ക് ഉള്ള ഈ ഊർജ്ജം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ചെറിയ പ്രായത്തിലുള്ള പിള്ളേരും ഇനി അവരെ രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരും ഒന്നും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് ക്രാക്ക് ചെയ്യാം. കുന്നോളം ആഗ്രഹിക്കുക, ഒരു മലയോളം പരിശ്രമിക്കുക, എന്നാൽ നേടാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഈ PSC എന്നുള്ള എല്ലാ എക്സാമുകളും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇതിനേക്കാളും നല്ല രീതിയിൽ നല്ല റാങ്ക് ലിസ്റ്റുകളിൽ വരാനും നല്ല നല്ല ജോലിയിൽ എത്താനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.